ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്ന ഒരു 4 ചാനൽ സെറ്റാണ്. ലക്കി സ്റ്റാർ എന്നൊക്കെ പറഞ്ഞൊരു മോഡലാണ്. ഇപ്പോൾ നിലവിൽ ഓൺ ആവുന്നില്ല. അപ്പോൾ നിലവിൽ ബാക്കിലെ കവർ ഞാൻ ഊരി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് സപ്ലൈ കൊടുത്തിട്ട് നോക്കാം എന്താണ് കാണിക്കുന്നത് എന്നുള്ളത്. സപ്ലൈ നിലവിൽ ഓൺ ആക്കിയിട്ടുണ്ട്. നിലവിൽ യാതൊരു റെസ്പോൺസും കാണിക്കുന്നില്ല. വോൾട്ടേജും കാര്യങ്ങളെല്ലാം വയറിലേക്ക് വരുന്നുണ്ട്. അപ്പം വോൾട്ടേജ് ഔട്ട്പുട്ട് സെറ്റ് ഓൺ ആവുന്നില്ല. ഫ്യൂസ് നിലയിൽ പോയിട്ടില്ല. ഫ്യൂസ് ഓപ്പൺ ആയിട്ടോ കാര്യങ്ങളൊന്നുമില്ല. ഫ്യൂസ് നിലയിൽ ഓക്കെയാണ്. ഫൈവ് വോൾട്ട് കാര്യങ്ങളൊന്നും ബോർഡിൽ നിന്ന് വരുന്നില്ല. 12 വോൾട്ട് നിലവിൽ ഇവിടെ ഈ സെക്ഷനിൽ വരേണ്ടതാണ്. 12 വോൾട്ട് ഇവിടെ വരുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ബോർഡൊന്ന് ബാക്കിൽ നിന്ന് അയച്ചിട്ട് ഒന്ന് ചെക്ക് ചെയ്യാൻ നോക്കാം. നമുക്ക് ഈ മെയിൻ ഫിൽറ്ററിൽ 12 വോൾട്ട് വരുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ അതും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിനകത്ത് 12 വോൾട്ട് നിലയിൽ വരുന്നില്ല. ഈ ഒരു സെക്ഷനകത്ത് 12 വോൾട്ട് വരേണ്ടതാണ്. ഇതിനകത്ത് 12 വോൾട്ട് വരുന്നില്ല. അപ്പോൾ അതിൽ ബൈപ്പാസ് ചെയ്തുമ്പോൾ ഈ മെമ്മറി യെല്ലോ ലൈനിൻ്റെ അകത്ത് വരുന്ന കണക്ഷൻ ഈ കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവായിട്ടൊന്ന് കയറ്റി കണക്ട് ചെയ്യാം. അപ്പോൾ ഡയറക്റ്റായിട്ട് ഈ മെമ്മറി ലൈൻ അല്ലാതെ സെപ്പറേറ്റ് ഒരു ലൈന് ഇട്ട് കൊടുക്കാം. എൻ്റെ യെല്ലോ വയർ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പം ഇത് ഡയറക്റ്റ് നമുക്ക് കപ്പാസിറ്ററിലേക്ക് കണക്ട് ചെയ്യാം. പോസിറ്റീവ് അതാണ് ഇതിൻ്റെ മെമ്മറി ആമ്പ് വർക്ക് ചെയ്യാനുള്ള സെറ്റ് വർക്ക് ചെയ്യാനുള്ള വോൾട്ടേജ് കാര്യങ്ങളെല്ലാം ഇതിൽ വഴിയാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഇന്നലെ ക്ലിയർ ആയിട്ടില്ല സംഭവം. അപ്പോൾ എന്തായാലും കപ്പാസിറ്ററിൽ വോൾട്ടേജ് വരുന്നുണ്ടോ എന്ന് ഒന്നുകൂടെ നോക്കിയേക്കാം. ഇപ്പോഴും പ്രശ്നം കാണിക്കുന്നില്ലല്ലേ. അപ്പോൾ ഇത് ഗ്രൗണ്ട് കണക്ഷൻ കൂടി ചെക്ക് ചെയ്ത് നോക്കണം. ഗ്രൗണ്ട് കണക്ഷൻ കറക്റ്റായിട്ടത്തേക്ക് കിട്ടുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ അതും കൂടെ നോക്കിയിട്ട് ഞാൻ ബാക്കി വീഡിയോയിൽ പറയാം. ഇത് ആദ്യം ചെക്ക് ചെയ്തപ്പോൾ മെമ്മറി ലൈനാണ് പ്രശ്നം കാണിച്ചത്. പക്ഷേ ശരിക്കും മെമ്മറി ലൈൻ അല്ലായിരുന്നു, ഇത് ഗ്രൗണ്ട് കണക്ഷൻ കട്ടായി പോയിട്ടുണ്ട്. ഇപ്പോൾ ഗ്രൗണ്ട് കണക്ഷൻ കണക്ട് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക്
ഇതിനകത്ത് ACC കണക്ഷൻ വരുന്ന ട്രാക്കും കംപ്ലൈൻ്റ് ഉണ്ട്. അപ്പോൾ അതും ഡയറക്റ്റ് സപ്ലൈ ആക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വയർ കണക്ട് ചെയ്തിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ നിലവിൽ ACCക്കും ഗ്രൗണ്ടിനും സെപ്പറേറ്റ് കണക്ഷൻ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ കണക്ടറുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത രീതിയിൽ സെപ്പറേറ്റ് ആയിട്ട് വയർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് വണ്ടിയിൽ സപ്ലൈ കൊടുക്കുമ്പോഴത്തേക്ക് ഇത് ACC, ഇത് ഗ്രൗണ്ട്, കണക്ടറിനകത്ത് യെല്ലോ വയറിനകത്ത് മെമ്മറി, അങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് സപ്ലൈ കൊടുത്തിട്ടൊന്ന് ഓൺ ആകുമ്പോൾ ചെക്ക് ചെയ്ത് നോക്കിയേക്കാം. അപ്പോൾ ഇതിനകത്ത് നിലവിൽ മെമ്മറി ലൈനും ACCയും ബാറ്ററിയും ഡയറക്റ്റ് തന്നെ കൊടുത്തേക്കാം. ഇത് നിലവിലിപ്പം കണക്ടറിൻ്റെ ബാക്കിൽ കത്തിയിട്ടുണ്ട്. അപ്പോൾ ഡയറക്റ്റ് തന്നെ ആക്കിയേക്കാം. ഇപ്പം 3 കണക്ഷനും സെപ്പറേറ്റ് തന്നെ കൊടുക്കാം. പവർ കൊടുത്തിട്ട് സെറ്റ് ഓൺ ആവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കിയേക്കാം. ഇപ്പോൾ സെറ്റ് നല്ല ഓൺ ആയിട്ടുണ്ട്. ഇപ്പോൾ നല്ല ബാക്കിൽ നമുക്ക് ഹീറ്റ് സിങ്ക് കവറുമായിട്ട് കണക്ട് ചെയ്തിട്ട് സ്പീക്കർ കണക്ട് ചെയ്തിട്ട് ഓഡിയോ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ കണക്ടറിനകത്ത് ലെഗെല്ലാം തുരുമ്പാണ്, മൊത്തത്തിൽ തുരുമ്പായത്. അതുപോലെ തന്നെ ബോർഡ് ട്രാക്ക് കത്തിയിട്ടുണ്ട് ഇവിടെ. അപ്പം നിലവിൽ ഈ കണക്ടർ എന്നുള്ള കണക്ഷൻ ഇവിടെ കറക്റ്റായിട്ട് കിട്ടുന്നില്ല. അതിനുള്ള മൊത്തം ലെഗ് തുരുമ്പ് പിടിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ സെപ്പറേറ്റ് 3 കണക്ഷൻ ആക്കിയിട്ടുണ്ട്. ACC, ബാറ്ററി, ഗ്രൗണ്ട് 3 സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്. അതിന് സെറ്റ് ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഓഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പവർ കണക്ട് ചെയ്യാം. ഓഡിയോ നല്ല ഓക്കെയാണ്. അപ്പോൾ അതിൻ്റെ USB കണക്ട് ചെയ്തിട്ട് നമുക്ക് ഓഡിയോ ഒന്ന് ചെക്ക് ചെയ്യാൻ നോക്കുക. മാറ്റി സൗണ്ട് കാര്യങ്ങളെല്ലാം പക്കയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ. അത് സെറ്റ് നമ്മൾ ഓക്കെ ആയിട്ടുണ്ട്. നിലവിൽ ഇതിനകത്ത് ചെക്ക് ചെയ്തപ്പോൾ ആദ്യമേ യെല്ലോ ലൈനിനകത്ത് സപ്ലൈ വരുന്നില്ല എന്ന് കണ്ടു. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് കയറ്റി കൊടുത്തപ്പോഴും സംഭവം വർക്ക് ചെയ്തില്ല. അത് ഞാൻ ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഗ്രൗണ്ട് കണക്ഷൻ കംപ്ലൈൻ്റ് ഉണ്ട്. അപ്പോൾ ഗ്രൗണ്ട് കണക്ഷൻ നമ്മൾ ഡയറക്റ്റ് ആക്കി, യെല്ലോ ലൈൻ ഡയറക്റ്റ് ആക്കി, ACC ഡയറക്റ്റ് ആക്കി. അപ്പോൾ ഇത് നിലവിൽ സെറ്റിലുണ്ടാകുന്ന കണക്ടർ ഒഴിവാക്കിയിട്ടാണ് നമ്മൾ കണക്ഷൻ പിടിപ്പിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കണക്ഷൻ കൊടുക്കുക. സ്പീക്കർ ലൈൻ പറ്റ സ്ഥലത്ത് തന്നെ ഉണ്ട്. അപ്പോൾ സംഭവം ഡീലായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ഓക്കെ, താങ്ക് യു.